ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഒത്തിരി നാളിന് ശേഷമാണ് കേട്ടോ ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അതും ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഉച്ചക്കത്തെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് മോനെ 4 മണിക്ക് ട്യൂഷനൊക്കെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം പോയി ഒന്ന് കിടക്കാറുണ്ട് കേട്ടോ. രാവിലെ 5:30 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. മോന് 6:45 ആകുമ്പോഴേക്കും സ്കൂളിൽ പോകണം. അപ്പം ഉച്ച നേരത്ത് കുറച്ച് നേരം കിടക്കാറുണ്ട് കേട്ടോ. ഉറങ്ങാനൊന്നും പറ്റാറില്ല, എന്നാലും മൊബൈലൊക്കെ നോക്കി ഒരു 4 മണിക്ക് ശേഷം ഒരു 5-5:30 വരെയൊക്കെ അങ്ങനെ കിടക്കും. അങ്ങനെ കിടന്ന് എണീറ്റ് വന്ന് വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും കൂടി തന്നേക്കണേ. അപ്പോൾ എന്തൊക്കെ ആയാലും ആദ്യം തന്നെ എനിക്ക് കട്ടൻ ചായ കുടിക്കണം കേട്ടോ. വൈകുന്നേരം ഒരു ചായ നിർബന്ധമാണ്. അത് ഞാൻ കട്ടൻ ചായയാണ് കുടിക്കാറ്, മക്കൾക്ക് ചായയും. അതിൽ മോന് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഞാൻ വെറുതെ ഉണ്ടാക്കി വെക്കും. മോൾക്ക് എന്തായാലും ചായ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ആദ്യം എനിക്കുള്ള കട്ടൻ ചായ ആക്കി മാറ്റി വെച്ചിട്ട് പിന്നെ മക്കൾക്കുള്ള ചായ അതിൽ തന്നെ ഉണ്ടാക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഏതായാലും ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കറി മാത്രമേ വൈകിട്ട് ഉണ്ടാക്കേണ്ടതുള്ളൂ. ചോറും പിന്നെ കൂട്ടുകറിയൊക്കെ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്. അതുപോലെ വറുക്കാനുള്ള മീനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടി പരിപ്പ്, അപ്പം തൽക്കാലം ഡബ്ബയിൽ ഇപ്പം ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ. ഇനിയിപ്പം പാക്കറ്റ് പുതിയത് പൊട്ടിച്ചിടണം. അപ്പോൾ ഞാൻ ഏതായാലും തൽക്കാലം ഉള്ളതെടുത്തിട്ട് കറി ഉണ്ടാക്കുകയാണ്. പരിപ്പ് ഞാൻ ആദ്യമേ കഴുകി കുറച്ച് നേരം അവിടെ വെള്ളത്തിലിട്ട് വെച്ച്. കപ്പക്ക ഉണ്ട് കേട്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫ്രഷ് കപ്പക്കയായിരുന്നു, പച്ച കപ്പക്ക ഉണ്ടായിരുന്നു, ഇളം കപ്പക്ക. അപ്പോൾ അതിൻ്റെ ഒരു പീസ് ആദ്യമേ എടുത്ത് അമ്മ വന്നപ്പോൾ സമയത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ആദ്യമേ ഞാൻ എടുത്ത് പകുതി മുക്കാലോളം തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി ഈ പരിപ്പിനകത്ത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും പരിപ്പ് ആദ്യമേ കഴുകി അതിനകത്ത് നല്ല വെള്ളം ഒഴിച്ച് അവിടെ കുറച്ച് നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് ആ കപ്പക്കയും കൂടെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒറ്റ വിസിലിൽ തന്നെ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് പരിപ്പ് ആദ്യം വേവിക്കണം, പിന്നെ കപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കണം, അങ്ങനെയൊക്കെ വേണ്ടേ. അപ്പോൾ ഇതാകുമ്പം ഒരുമിച്ച് തന്നെ ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഓർമ്മ വരുമ്പോൾ പരിപ്പ് അവിടെ കഴുകി വെള്ളത്തിൽ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് വെക്കുന്നത്, അതേ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഇനി വേവിക്കുക. അങ്ങനെ ഇത് നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. വേഗത്തിൽ കട്ടൻ ചായക്കുള്ള പൊടിയൊക്കെ ഇട്ട് കട്ടൻ ചായ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൻ്റെ ഡോർ അടക്കുമ്പോൾ ട്രൈപ്പോഡ് അവിടെ തന്നെ ഉള്ളതുകൊണ്ട് കാരണം കുറച്ച് ഗ്യാപ്പ് ഇടാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഡോർ അടക്കുന്ന സമയത്ത് കാലിന് നന്നായിട്ടൊന്ന് തട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ആ സമയത്ത് ഒരു ഒച്ചപ്പാട് കേട്ടത്. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആ ഒരു കട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞാൽ എൻ്റെ പണിക്കൊക്കെ ഒരു ഉഷാറ് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ അതാണ് ചെയ്യാറ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്കിന്ന് കുറച്ച് പണിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും തല കുളിക്കാറില്ല, ആഴ്ചയിൽ 3 ദിവസമേ തല കഴുകാറുള്ളൂ. അപ്പം കുറച്ച് എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കും. എന്നിട്ട് താളിയോ അങ്ങനെ എന്തെങ്കിലും ഹെർബൽ പാക്ക് എന്തെങ്കിലും ഇട്ടിട്ട് മാത്രമേ ഞാൻ തല കഴുകാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വൈകിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് രാവിലെ എനിക്കതിന് പറ്റിയില്ല. അപ്പോൾ വൈകിട്ടാണ് തല കുളിക്കാനൊക്കെ നിൽക്കുന്നത്. അപ്പം ഇനി ചായയൊക്കെ കുടിച്ച് കുറച്ച് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം എൻ്റെ കട്ടൻ ചായ ആദ്യം മാറ്റി വെച്ചു. എന്നിട്ട് പിന്നെ കുട്ടികൾക്കുള്ള ചായ അതിൽ തന്നെ റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ കട്ടൻ ചായ ആണെങ്കിൽ നല്ല അളവിൽ കട്ടൻ ചായ കുടിക്കുകയും വേണം കേട്ടോ. വലിയൊരു മഗ്ഗിനകത്താണ് കേട്ടോ ഞാൻ കുടിക്കാറ്. അപ്പോൾ ആ ഒരു കട്ടൻ ചായ മാത്രമേ കുടിക്കാറുള്ളൂ. അങ്ങനെ കാര്യമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും 1-2 വിശക്കുകയാണെങ്കിൽ മാത്രം കഴിക്കും കേട്ടോ. അപ്പോൾ ആ കട്ടൻ ചായ അതുണ്ടാക്കി ആദ്യം കുടിച്ചിട്ട് വേണം. അപ്പോൾ ഇതേ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ മീനുണ്ട് കേട്ടോ, മുളക് പുരട്ടി വെച്ച മീനുണ്ടായിരുന്നു, അത് വറുക്കാനുണ്ട്. അപ്പോൾ ഇതെന്താണെന്നറിയോ, ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ മിഠായിയൊക്കെ കൊണ്ടുവെക്കും, എന്നിട്ട് അതിൽ നിന്ന് തന്നെ പൊട്ടിച്ച് അതിൽ നിന്ന് തന്നെ കഴിക്കും. എന്നിട്ട് ആ പേപ്പർ അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. മോൻ്റെ പരിപാടിയാണേ. ആ പേപ്പർ കളയൊന്നുമില്ല, അത് ഞാൻ തന്നെ എടുത്ത് കളയണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കണ്ടാലും എടുത്ത് കളയണം കേട്ടോ. അപ്പോൾ അതായിരുന്നു അത്. അപ്പോൾ ഇതേ മീൻ 2 ദിവസം മുമ്പേ വാങ്ങിച്ചതായിരുന്നു. അയലയും പിന്നെ വേറൊരു കുഞ്ഞു മീനായിരുന്നു കേട്ടോ. അട് എന്ന് പറയും, ഞങ്ങളുടെ ഇവിടെയൊക്കെ അട് എന്ന് പറയും കേട്ടോ, കണ്ണൂർ സൈഡൊക്കെ. അപ്പോൾ അത് മുളക് പുരട്ടി വെച്ചിട്ടുണ്ട്. മക്കളൊന്നും കഴിക്കില്ല, ഞാനും ഹസ്ബൻഡ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ആ മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് എരിശ്ശേരി ഉണ്ടായിരുന്നു കേട്ടോ, അതായത് കൂട്ടുകറി. ഞങ്ങളുടെ നാട്ടിൽ കടലയും കായും ചേനയൊക്കെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകറി എന്ന് പറയും, അതുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് കറി മാത്രമേ ഇന്ന് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ.
അപ്പോൾ അങ്ങനെ ഇതേ ചായ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, ചെടികൾക്ക് വെള്ളമൊക്കെ ഒഴിക്കണം. വൈകുന്നേരം ഇത് ചായ ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി അതാണ് കേട്ടോ, ചെടികൾക്ക് വെള്ളം ഒഴിക്കുക. ബാൽക്കണിയിൽ കുറച്ച് പറ്റുന്ന ചെടിച്ചട്ടിയിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം. അപ്പോൾ ഇതേ ഈ ഒരു മഗ് നിറച്ചും എനിക്ക് കട്ടൻ ചായ വേണം കേട്ടോ, കാണുന്നുണ്ടോയെന്നറിയില്ല. അപ്പോൾ അത് എനിക്ക് അത്രയും കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത പോലെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കട്ടൻ ചായ അത്രയും മഗ്ഗിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ കുട്ടികൾക്കുള്ള ചായയും റെഡി ആയിട്ടുണ്ട്. കുട്ടികൾ രണ്ടാളും വന്നിട്ടൊന്നുമില്ല, എന്നാലും ഇപ്പോൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഉണ്ടാക്കി വെക്കും. പിന്നെ വേറെ എന്തെങ്കിലും ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ അതിനിടയിൽ എനിക്ക് മടിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കട്ടൻ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ അവർക്കുള്ളത് അവിടെ ഉണ്ടാക്കി വെക്കും കേട്ടോ. പിന്നെ മോൾക്ക് നല്ല ചൂട് വേണം, അപ്പോൾ അതുകൊണ്ട് അവൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കി അവിടെ വെച്ച് ചൂടാക്കി കഴിക്കുന്ന കാര്യം അവൾ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതേ ചായ എൻ്റെ കട്ടൻ ചായ നല്ല ചൂടായിരുന്നത് കാരണം അത് കുറച്ച് നേരം അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതേ ബാൽക്കണിയിലാണ് ഞങ്ങൾക്ക് തുണിയിടാൻ, ഫ്ലാറ്റിലല്ലേ, അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ബാൽക്കണിയിലാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെയാണ് തുണിയൊക്കെ ആറിയിടുന്നത്. അപ്പം ഇന്നലത്തെ തുണി ആണിത്. അപ്പോൾ ഇത് തുണി ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം വെള്ളമൊഴിച്ച് താഴെ അവിടെയൊക്കെ ഒന്ന് കഴുകൂട്ടോ. ഇനി ഇന്നത്തെ തുണി മെഷീനിൽ കിടക്കുന്നുണ്ട്. ചില ദിവസങ്ങൾ അങ്ങനെ കേട്ടോ, എല്ലാ പണിയൊക്കെ കഴിയുമ്പോഴായിരിക്കും അയ്യോ മെഷീനിൽ തുണി ഇട്ടില്ലല്ലോ എന്ന് ഓർമ്മ വരും. അപ്പോൾ ഒരു ഉച്ച നേരത്തൊക്കെ ആയിരിക്കും തുണി ഇടുന്നത്. പിന്നെ അത് അലക്ക് കഴിയുമ്പോഴേക്കും ഇനി ഉച്ച നേരത്ത് ആറിയിടാൻ നിൽക്കണ്ട, വൈകിട്ട് പണിയൊക്കെ കഴിഞ്ഞ് ആറിയിടാം എന്ന് വിചാരിക്കും. ഉള്ളിൽ തന്നെ അല്ലേ, എടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ചിലപ്പോൾ തോന്നുമ്പോഴൊക്കെ ആയിരിക്കും കേട്ടോ തുണി അഴയിലിടുന്നത്. അപ്പോൾ ഇതേ ഇന്നലത്തെ തുണികളൊക്കെ എടുത്ത് വെച്ച് ചെടികൾക്ക് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ വെള്ള ടൈൽസ് ആയത് കാരണം നമ്മളിങ്ങനെ ചെടികൾക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നിറയെ ചെളിയും ഇതൊക്കെ അവിടെ വീഴും കേട്ടോ. അപ്പോൾ അത് കാരണം എല്ലാ ദിവസവും വെള്ളം ഒഴിച്ച് കഴുകണം. പിന്നെ കുറച്ച് ദിവസം കൂടുമ്പോൾ എന്നാലും വെള്ളം ഒഴിച്ച് കഴുകുകയാണെങ്കിലും ആ വെള്ള ടൈൽസിൻ്റെ നിറമൊക്കെ മങ്ങിയിട്ടുണ്ടാവും കേട്ടോ. എന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മളത് ഉരച്ച് കഴുകിയിട്ടില്ലെങ്കിൽ അവിടെ നല്ല ചുവപ്പ് കളറായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ വല്ലപ്പോഴും മാത്രം സമയം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മൂഡിനനുസരിച്ച് മാത്രമേ വെള്ളം അങ്ങനെ സോപ്പിട്ട് ഉരച്ചൊക്കെ കഴുകുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കുറച്ച് ചെടികൾ. ഇത് പുതിനയാട്ടോ, പുതിനയുണ്ട്. പിന്നെ ഇത് ക്യാപ്സിക്കമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഇത് ഓറഞ്ചിൻ്റെ മുസമ്പിയുടെ കുരുവൊക്കെ ഇട്ടതാണ് കേട്ടോ. ഒരെണ്ണം ഓറഞ്ച്, ഒരെണ്ണം മുസമ്പി. ഇത് ലിച്ചിയാണ് കേട്ടോ. ഇതിങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ നട്ട് പിടിപ്പിക്കാൻ വേണ്ടി. പക്ഷേ വെയിലൊട്ടും കിട്ടാത്ത കാരണം ചെടികളൊന്നും അത്രയ്ക്കൊന്നും നന്നാവുന്നൊന്നുമില്ല, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിനകത്ത് അത് വീണ്ടും വിത്തുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ലിവിങ് റൂമിനകത്തും കുറച്ച് ബാൽക്കണിയിൽ ഇതേപോലെ തന്നെ കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പച്ചപ്പ് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. വീടിന് അകത്ത് പുറത്ത് മുറ്റത്ത് പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ നടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ ഫ്ലാറ്റിലല്ലേ, നമുക്കതൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇതിനകത്ത് പറ്റുന്ന അത്രയും പച്ചപ്പ് കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചെടിയൊക്കെ വെള്ളമൊഴിച്ച് ബാൽക്കണിയിലൊക്കെ വെള്ളമൊഴിച്ച് കഴുകി കളഞ്ഞ് അപ്പോൾ എൻ്റെ കട്ടൻ ചായ ഇവിടെ എന്നെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും മോള് വന്നു കേട്ടോ. എൻ്റെ മോൾക്ക് പിന്നെ ക്യാമറയിലൊന്നും വരുന്ന ഇഷ്ടമല്ല, അപ്പോൾ അതാണ് ഞാൻ വേഗം അത് പോസ് ചെയ്തിട്ട് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞത് നേരെ ഞാൻ പോയിട്ട് ആദ്യം തലയിൽ എണ്ണ തേച്ച് വെച്ചു കേട്ടോ. എന്നാൽ പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് താളിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ അത്രയും നേരം എണ്ണ പിടിച്ചോട്ടെ എന്ന് വെച്ചിട്ട് അപ്പോൾ ആദ്യം എണ്ണയൊക്കെ തേച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസമേ ഞാൻ തല കഴുകാറുള്ളൂ. ആ 3 ദിവസം നന്നായിട്ട് എണ്ണ തേച്ച് വെക്കും. എന്നിട്ട് എന്തെങ്കിലും അത് നല്ലൊരു ഹെർബൽ പാക്ക് അല്ലെങ്കിൽ താളി, അതായത് എണ്ണമയം പോകാനുള്ളത് തന്നെ കേട്ടോ. ഷാമ്പൂ കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അത്യാവശ്യം നല്ല മുടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം പോയതിന് ശേഷം ആ സമയത്തൊന്നും ഒട്ടും കെയറിങ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം മുടിയൊക്കെ പോയതിന് ശേഷം കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ തലയിൽ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് വന്ന് നമ്മുടെ കട്ടൻ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് തുണി ഉണ്ടായിരുന്നു കേട്ടോ മെഷീനിൽ. അപ്പോൾ ആ തുണിയൊക്കെ ഇവിടെ ഇങ്ങനെ ഗ്രില്ലിനകത്ത് കുറച്ച് ഗ്രില്ലിൻ്റെ മേലിടും. അത് കട്ടിയുള്ള തുണികൾ ജീൻസ് കാര്യങ്ങളൊക്കെ ഗ്രില്ലിനകത്ത് ഇടും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ബാക്കി വരുന്നത് മേലെ സ്റ്റീലിൻ്റെ റോഡ് ഇട്ടിട്ടുണ്ട്, നമ്മൾ കമ്പി മേലെ ഇട്ടിട്ടുണ്ട്. അവിടെയൊക്കെയാണ് മേലെയാണ് ഇടുന്നത്. അപ്പം മഴ സമയത്തായാലും നമുക്കിവിടെ മഴയൊന്നും കൊള്ളില്ല. ഗ്രില്ലിലാണെങ്കിൽ ചിലപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ വരുമ്പോൾ കൊള്ളു കേട്ടോ. പക്ഷെ എന്നാലും അതേപോലെ വെയിലുള്ള സമയത്താണെങ്കിൽ ഗ്രില്ലിൽ നല്ല വെയിൽ കിട്ടുന്നതുകൊണ്ട് കട്ടിയുള്ള തുണികളൊക്കെ അവിടെ ഇടും കേട്ടോ. അങ്ങനെ തുണിയൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ താളി റെഡിയാക്കാം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തെ എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചെമ്പരത്തി പൂവ് ഉണക്കിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇവിടെ നമുക്ക് ചെമ്പരത്തി ഈ 5 ഇതളുള്ള ഈ ചുവന്ന ചെമ്പരത്തി കിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പൂവ് നാട്ടിൽ ഇഷ്ടക്കണക്കിനുണ്ട്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ
എപ്പോഴും കുറച്ച് ഇതുപോലെ പറിച്ചിട്ട് വെയിലത്തല്ല തണലത്തിട്ട്, അതായത് വീടിൻ്റെ സിറ്റ് ഔട്ടിൽ വെയിൽ കൊള്ളാത്ത ഭാഗത്ത് കിട്ടുന്ന നല്ല ചൂടായിരിക്കും, എന്നാൽ വെയിൽ കൊള്ളില്ല. അങ്ങനെ 2-3 ദിവസമൊക്കെ ഇട്ടിട്ട് ഉണക്കിയെടുക്കുന്നതാണ് കേട്ടോ ഇത്. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് ഇത് ഇങ്ങനെ ഇതുപോലെ ഡബ്ബയിൽ അവിടെ ഇട്ട് വെക്കും. എന്നിട്ട് ആഴ്ചയിൽ 2 ദിവസമൊക്കെ 3 ദിവസമൊക്കെ താളിയൊക്കെ ആയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇല ഞാനിവിടെ പറിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. താഴെ നിന്ന് നമുക്ക് കിട്ടും. പൂവ് 5 ഇതൾ തന്നെയാണെങ്കിലും ആ പൂവിനൊരു വ്യത്യാസമുണ്ട്. ഇങ്ങനെ അരിപ്പ പോലെയുള്ള പൂക്കളാണ്. എല്ലാവർക്കും അറിയായിരിക്കും അതിനെ പേരെന്താണ് പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇല സെയിം നമ്മുടെ ഈ ഒരു ചെമ്പരത്തിയുടെ ഇല തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് അബദ്ധം പറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ താളി ഉണ്ടാക്കുന്നത് ചെമ്പരത്തിപ്പൂവും ഇലയും കറ്റാർ വാഴയും കൂടെ നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കും. എന്നിട്ട് നമ്മൾ സാധാരണ നന്നായിട്ടല്ല, താളിക്ക് നമ്മൾ ഉടച്ചെടുക്കുന്ന പോലെ ഉടച്ചെടുത്ത് അരിച്ചെടുത്തിട്ട് ആ താളിനകത്തോട്ടൊരു മുട്ടേൻ്റെ വെള്ളം ഒഴിക്കുകയാണ് ചെയ്യാറ്. പക്ഷെ ഇന്ന് എനിക്ക് അബദ്ധം പറ്റി. ഞാൻ ആദ്യമേ എന്തോ ഒരു ഓർമ്മയിൽ അങ്ങനെ ആദ്യമേ മുട്ട പൊട്ടിച്ചൊഴിച്ചു കേട്ടോ. അതാണെങ്കിൽ കയ്യിൽ നിന്ന് വീണിട്ട് 2-3 ഡ്രോപ്പ് യെല്ലോ അതിനകത്ത് വീണു. യെല്ലോ പറ്റില്ല കേട്ടോ, ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ വെള്ളം മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ ഞാൻ വീണ യെല്ലോ പതുക്കെ ഞാൻ തിരിച്ച് ആ മുട്ടേനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പക്ഷേ എന്തോ അധികമൊന്നും വീണില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റി കേട്ടോ. പിന്നെ ഞാൻ ആ ചെമ്പരത്തി പൂവ് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് 2 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രൈ അല്ലേ, നമുക്ക് പെട്ടെന്ന് അതിലത്തെ നീര് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെമ്പരത്തി ഇല താഴ്ന്ന് പറിച്ചു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സിയിലിട്ട് അടിച്ചു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ താളി ഉണ്ടാക്കിയതിന് ശേഷം മുട്ട ചേർക്കാറുണ്ട്. പിന്നെ ഞാൻ കറ്റാർ വാഴയൊന്നും മുറിക്കാൻ വേണ്ടിയില്ല, മതിയെന്ന് വിചാരിച്ചു. മുട്ടയുടെ വെള്ളം ലാസ്റ്റിൽ ഒഴിച്ചു കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഓർമ്മയില്ലാതെ അങ്ങനെ ചെയ്തപ്പോൾ നമുക്കിനി അത് അരിച്ചെടുക്കാൻ പാടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അടിച്ചെടുത്തു. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ തലയിൽ തേക്കാമല്ലോ, ഇല്ലെങ്കിൽ നമ്മൾ ആ മുട്ടയുടെ ഇതൊക്കെ പോവില്ലേ അരിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അരച്ച് തന്നെ എടുത്തു, ചെമ്പരത്തി പൂവും ഇലയും മുട്ടയുടെ വെള്ളയും കൂടെ. പിന്നെ കറ്റാർ വാഴയും കൂടി ഇടാറുണ്ട്. ഇന്നത് മുറിക്കാൻ മറന്നു. അപ്പോൾ പിന്നെ ഇനി അത് മുറിച്ചിട്ട് ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് വേണ്ടേ ഉപയോഗിക്കാൻ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ നിന്നില്ല. പിന്നെ ഞാൻ ആ താളിയൊക്കെ തേച്ചിട്ട് വന്നു കേട്ടോ. എന്നിട്ട് പിന്നെ വിചാരിച്ച് പെട്ടെന്ന് കറി ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ താളി അല്ലെങ്കിൽ പാക്ക് നമ്മുടെ തലയിൽ കുറച്ച് നേരം പിടിക്കുമല്ലോ. അപ്പോൾ അതേ കപ്പക്ക തൊലിയൊക്കെ ചെത്തി അരിഞ്ഞ് നമ്മൾ നേരത്തെ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി എല്ലാം കൂടി ഒറ്റ വിസിൽ നമുക്ക് വേവിച്ചെടുത്താൽ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ആ കപ്പക്കൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ സാധാരണ പരിപ്പ് കറി ഉണ്ടാക്കുന്നത്, അതിൻ്റെ കറീൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അതിപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. ചിലർ ഇതിനെ പരിപ്പ് ഇങ്ങനെ വെക്കുന്നതിനെ മുളകൂശി എന്നൊക്കെ പറയും, തേങ്ങ അരച്ചിട്ടൊക്കെ വെക്കുന്നതിന് തന്നെ. അപ്പോൾ ഞങ്ങൾ പറയാറില്ല, പരിപ്പും കപ്പക്കയും വെച്ചു അത്രേ അങ്ങനെ പറയാറുള്ളൂ. അപ്പോൾ സെയിം അത് തന്നെയാണ് കേട്ടോ റെസിപ്പി. അതുകൊണ്ട് ഞാൻ റെസിപ്പിയൊന്നും കാണിക്കുന്നൊന്നുമില്ല. പെട്ടെന്ന് തന്നെ എനിക്കിങ്ങനെയുള്ള ചെറിയ ചെറിയ പാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണ് ഞാനത് കാണിച്ചു തരുന്നത്. എൻ്റെ കുക്കറും കണ്ടോ, കുഞ്ഞു കുക്കറാണ്, 1.5 ലിറ്ററിൻ്റെ. അപ്പോൾ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതേ പെട്ടെന്ന് തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് 2 വിസിൽ വന്നപ്പോൾ തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാളികേരം ജീരകം ഒക്കെ ചേർത്ത് അരച്ചിട്ട് സെയിം അതേ കറി തന്നെ, പരിപ്പ് കറി സാധാരണ പരിപ്പ് കറി ഉണ്ടാക്കുന്ന അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറിയുടെ റെസിപ്പിയൊന്നും ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇടുന്നില്ല. ഞാൻ വേഗത്തിൽ തന്നെ താളിയൊക്കെ തേച്ചതിന് ശേഷം കറി ഇതേ ഉണ്ടാക്കിയെടുത്തു. കറി തിളച്ച് കഴിഞ്ഞു കേട്ടോ. ഒരുപാട് കുറുക്കി എടുക്കാറില്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ കറി അത്ര ഒരുപാട് കുറുകില്ല, കുറച്ച് ലൂസായിട്ടിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകുമല്ലോ. അപ്പോൾ ഇത് എൻ്റെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പം കടുകൊക്കെ താളിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോയിട്ട് കുളിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയിലിത് കടുകും താളിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം വേറെ ഒന്നുമില്ല. ചോറ് ഞാൻ പറഞ്ഞ ചോറ് കൂട്ടുകറിയൊക്കെ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അതുപോലെ മീനും ഫ്രൈ ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ അത് കറി ഉണ്ടാക്കി വെച്ച് പെട്ടെന്ന് കുളിച്ചിട്ട് വന്നു. ഇനി ഇത് നമ്മുടെ മെയിൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടി, എനിക്ക് തോന്നുന്നു എന്നെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് ഒരുവിധ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത പരിപാടി തന്നെയായിരിക്കും ഈ ഒരു സംഭവം, തുണി മടക്കി വെക്കുക. ചില ദിവസങ്ങളിൽ നല്ല മടിയൊക്കെ പിടിച്ച ദിവസം അല്ലെങ്കിൽ പണി ഒത്തിരിയൊക്കെ ബാക്കിയുള്ള ദിവസം ഇതിങ്ങനെ തന്നെ കിടക്കും കേട്ടോ. ഇവിടെ അല്ല, അപ്പുറത്തെ മോളുടെ ബെഡ്റൂമിൽ. കാരണം അവിടെ അവൾ ഒറ്റക്ക് കിടക്കല്ലേ, അപ്പോൾ ബെഡിൻ്റെ ഒരു സൈഡ് ബാക്കി ഇരിക്കുമല്ലോ. അപ്പോൾ ആ ബാക്കി സ്ഥലത്ത് ഈ തുണി അങ്ങനെ തന്നെ അവിടെ കിടക്കും. കാരണം അത്രയ്ക്ക് മടിയാണ് എനിക്ക് തുണി മടക്കി വെക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞല്ലോ കാര്യമായിട്ട് പരിപാടിയൊന്നും, കറി മാത്രമല്ല ഉണ്ടാക്കുള്ളൂ. പിന്നെ ഹസ്ബൻഡ് വരാൻ 10 മണിയൊക്കെ കഴിയൂട്ടെ. ഇപ്പോൾ സമയം 7 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പം ഇനി സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ഇതേ തുണിയൊക്കെ മടക്കി എടുത്ത് വെച്ചു കേട്ടോ. ഈ ഓരോന്നിലിങ്ങനെ എടുത്ത് വെക്കുക എന്നുള്ളത് ഭയങ്കര മടിയുള്ള പരിപാടിയാണ് എനിക്ക്.
അപ്പോൾ അങ്ങനെ എൻ്റെ തുണി മടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം കാര്യമായിട്ട് ഞാൻ ഇപ്പോഴൊന്നും ചെയ്യില്ല. ഇനി ഈ സമയത്താണ് ഞാൻ കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കിയിരിക്കും. പാട്ട് പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോലെ ചെറിയ പാട്ടുകാർക്കൊക്കെ പാട്ട് പാടാനും ആസ്വദിക്കാനും പറ്റിയ ഒരു ആപ്പാണല്ലോ നമ്മുടെ സ്മ്യൂൾ സിംഗിങ് ആപ്പ്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർ സിംഗർ എന്നൊക്കെ പറയണ സ്റ്റാർ മേക്കർ, സ്റ്റാർ സിംഗർ അല്ല. അപ്പോൾ അതിനകത്ത് കുറച്ച് പരിപാടിയുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഈ ഒരു സമയത്ത് സന്ധ്യ നേരത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പം ഹസ്ബൻഡ് വരുന്നത് വരെ പിന്നെയുള്ള പരിപാടി ഇതാണ് കേട്ടോ. മൊബൈൽ നോക്കി കുറച്ച് നേരം 1-2 പാട്ടൊക്കെ പാടി അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ഹസ്ബൻഡ് വരാറാകുമ്പോഴത്തേക്കും മീനൊക്കെ വറുത്താൽ മതിയല്ലോ. വരാൻ ഒരുപാട് ലേറ്റ് ആവും കേട്ടോ. ഇപ്പോൾ സമയം 7-7:30 ആയിട്ടുണ്ടല്ലോ. ഹസ്ബൻഡ് വരുമ്പോൾ എന്തായാലും 10 മണിയാവും. അങ്ങനെ സ്മ്യൂളിലൊക്കെ കുറച്ച് നേരം കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മോൻ പറഞ്ഞു, അമ്മ ഒരു ആപ്പിൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവനൊരു ആപ്പിളും മുറിച്ച് കൊടുത്ത് മീൻ അതേ വറുക്കാൻ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു പിയറും കൂടി എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.